ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോർജ്. എയ്സ് ബൊട്ടേൻ എന്ന ചാനലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇതിൽ മെയിനായിട്ട് ഡീൽ ചെയ്യണത് +1, +2 തിയറി എൻട്രൻസ് ബോട്ടണി സബ്ജക്റ്റുകളാണ്. പിന്നെ ഈ എക്സാം എഴുതുന്നവർക്കും തിയറി പരീക്ഷ ബോട്ടണി പഠിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓൾറെഡി ഒരു എപ്പിസോഡ് കഴിഞ്ഞു. പ്യുവർലി ഒരു സബ്ജക്റ്റ് ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ജനറൽ ചാനൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് 4 എപ്പിസോഡ് കഴിഞ്ഞു. ഇത് സബ്ജക്റ്റ് ചാനലാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് റെസ്പിറേഷൻ്റെ സ്റ്റാർട്ടിങ്ങും ഗ്ലൈക്കോലൈസിസും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുക ഫസ്റ്റ് എപ്പിസോഡിന് ശേഷമുള്ള ടോപ്പിക്കുകളാണ്. 4 എപ്പിസോഡ് വേണതിന്. എന്തായാലും ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇതിലേക്ക് കയറാം. അപ്പോൾ 4 എപ്പിസോഡ് വേണം. ഇത് രണ്ടാമത്തെ. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുക ഫെർമെൻറ്റേഷൻ, ലിങ്ക് റിയാക്ഷൻ, ഷട്ടിൽസ്, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ തിയറിക്കും എൻട്രൻസിനും. ഗ്ലൂക്കോസ് 6 കാർബൺ, പൈറുവിക് ആസിഡ് 3 കാർബൺ, ഗ്ലൈക്കോലൈസ് കഴിഞ്ഞിട്ടാണ് പൈറുവിക് ആസിഡ് കിട്ടുക. പൈറുവിക് ആസിഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ് മെറ്റാബോളിസത്തിൽ. ഇവിടെ അതിനെ ഫെർമെൻറ്റേഷൻ റൂട്ടിലേക്ക് കയറാം, അനൈറോബിക് പാത്വേയിലേക്ക് കയറാം. ഇതിന് ശേഷം അതിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ പാരലായിട്ട് എയറോബിക് പാത്വേയിലേക്കും കയറാം. അതുകൊണ്ടാണ് ഈ ഗ്ലൈക്കോലൈസിനെ കോമൺ പാത്വേ എന്ന് പറയാൻ കാരണം. ഇനി ഫെർമെൻറ്റേഷനാണ് നമ്മളിവിടെ ആദ്യം ഡീൽ ചെയ്യണത്. സോ അനൈറോബിക് പാത്വേ ഫെർമെൻറ്റേഷൻ, അവിടെ ഓക്സിജൻ ഇല്ല അല്ലെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. 2 ടൈപ്പ് ഫെർമെൻറ്റേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഈഥൈൽ ആൽക്കഹോളും 2 ലാക്റ്റിക് ആസിഡ്. ഫെർമെൻറ്റേഷൻ കണക്ട് ചെയ്തിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന സയൻറ്റിസ്റ്റുകളാണ് ഗേ-ലുസാക്ക്, ലൂയിസ് പാസ്റ്റർ മുതലായ സയൻറ്റിസ്റ്റുകൾ. ഗേ-ലുസാക്ക് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്, ഗേഷ്യസ് ഫോളി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇനി എന്താണ് ഫെർമെൻറ്റേഷൻ? ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൈറോബിക് റെസ്പിറേഷനാണ്. ഇത് കോമൺ ആയിട്ട് കാണുക മൈക്രോബ്സിൽ, ബാക്ടീരിയ, ഫംഗസ് അല്ലെങ്കിൽ മറ്റു പല ഓർഗാനിസങ്ങളിലും ഇത് കാണും. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് എപ്പോഴും ഈ അനൈറോബിക് റെസ്പിറേഷനിൽ ATP പ്രൊഡക്ഷൻ കുറവായിരിക്കും. നമുക്ക് 2 ടൈപ്പ് ഫെർമെൻറ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈഥൈൽ ആൽക്കഹോളും ലാക്റ്റിക് ആസിഡും, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമുക്ക് 2ലേക്ക് കയറാം. ഈ ഫ്ലോ ചാർട്ട് NCERT ബേസ്ഡ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലോ ചാർട്ടാണ്. തിയറിക്കും എൻട്രൻസിനും ഒരുപോലെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഈ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷേ അതിൻ്റെ അടിയിൽ ഞാൻ ഓരോന്നും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലേക്ക് വരാം. ആ പേര് വരാൻ കാരണം ഫെർമെൻറ്റേഷൻ പ്രോഡക്റ്റ് ഈസ് ആൽക്കഹോൾ. ഗ്ലൂക്കോസ് 6 കാർബൺ, പൈറുവിക് ആസിഡ് 3 കാർബൺ, ഗ്ലൈക്കോലൈസ് ആണ്. അതിനുശേഷം പൈറുവിക് ആസിഡ് അസറ്റാൾഡിഹൈഡ് ആയിട്ട് തീരും. പൈറുവിക് ആസിഡ് 3 കാർബൺ ആണ്, CH3COCOOH. അസറ്റാൾഡിഹൈഡ് 2 കാർബൺ ആണ്. അപ്പോൾ ഈ 3 കാർബൺ 2 കാർബൺ ആവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യണം. അപ്പോൾ അത്ര പ്രൊസീജിയറാണ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ എൻസൈം നോമൻക്ലേച്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ബയോമോളിക്യൂളിൽ. അപ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന എൻസൈം ഡീകാർബോക്സിലേസ്. അപ്പോൾ ഈ ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് ഓർക്കാൻ എളുപ്പമാണ്, പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്. ഇപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് അസറ്റാൾഡിഹൈഡ് പ്ലസ് CO2. ഇനി അസറ്റാൾഡിഹൈഡുമേ മറ്റൊരു എൻസൈം ആക്റ്റീവ്, എന്നിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളിൽ 2 കാർബൺ ആണ്, അപ്പോൾ അവിടെ ഡീകാർബോക്സിലേഷൻ ഇല്ല. പക്ഷേ
NADH2 അവിടെ കൺസ്യൂം ചെയ്യേണ്ടി വരും. ആ NADH2 നമുക്കറിയാം ഗ്ലൈക്കോലൈസിലുള്ള NADH2 ആണ്. അപ്പോൾ അവിടുത്തെ എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ ഈ റിയാക്ഷനിൽ 2 സ്റ്റെപ്പ് 2 എൻസൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കോമൺ ആയിട്ട് കാണിക്കുക ഈസ്റ്റും ബാക്ടീരിയകളൊക്കെയാണ്. ഇതാണ് ആദ്യത്തെ ഫെർമെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഫെർമെൻറ്റേഷനിലേക്ക് പോവാം. അതിൻ്റെ പേര് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്. കാരണം പ്രൊഡക്റ്റ് ലാക്റ്റിക് ആസിഡ് ആണ്. ഗ്ലൂക്കോസ് 6 കാർബൺ, ഗ്ലൈക്കോലൈസിന് വിധേയമായി പൈറുവിക് ആസിഡ് 3 കാർബൺ, CH3CO COOH. ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് ലാക്റ്റിക് ഡീഹൈഡ്രോജിനേസ്. ഇവിടെ കാർബൺ നമ്പർ ഒന്നും കുറയണില്ല. നമുക്ക് ഇടുന്ന പ്രൊഡക്റ്റ് ലാക്റ്റിക് ആസിഡ് 3 കാർബൺ ആണ്, CH3 CHOH COOH. അപ്പോൾ സിഒൻ്റെ കൂടെ 2 H കയറണം. അത് വീണ്ടും ആ പ്രോട്ടോൺ കിട്ടുന്നത് നമ്മുടെ ഗ്ലൈക്കോലൈറ്റിക് NADH2 എന്നാണ്. അപ്പോൾ എൻസൈമിൻ്റെ പേര് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജിനേസ്. ഇത് കോമൺ ആയിട്ട് കാണുക LAB അല്ലെങ്കിൽ മസിൽ സെൽസ്, ഇവിടേക്കാണ് ഇത് കോമൺ ആയിട്ട് കാണുക. ഇപ്പോൾ 2 ഫെർമെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്, ഏതൊക്കെ എൻസൈംസ് ആണ്, ഇതൊന്ന് മനസ്സിൽ വെക്കുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എൻട്രൻസ് ആയാലും തിയറി ആയാലും. നമുക്ക് അടുത്തതിലേക്ക് കയറാം. NCERTയിലെ ഈ ഫെർമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രിഡോമിനൻ്റ് ആണ്. അതായത് ഫെർമെൻറ്റേഷനിൽ സാധാരണ ലെസ് ദാൻ 7% ഓഫ് എനർജി ഇൻ ഗ്ലൂക്കോസ് ആണ് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലൂടെ ഇൻ ബോത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ലെസ് ദാൻ 7% ഓഫ് എനർജി ഇൻ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുക. അതാണ് ടൈം റിലീസിങ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് NCERTയിലെ ഈസ്റ്റ് പോയ്സൺ themselves to death when the concentration of the alcohol reaches about 13%. ആ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൂടി കഴിഞ്ഞാൽ, ആൽക്കഹോൾ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ ഈസ്റ്റ് സെല്ല് ഡെത്തിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ ആൽക്കഹോൾ വേണമെങ്കിൽ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യണം. ഈ 2 ആസ്പെക്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ലിങ്ക് റിയാക്ഷൻ. ആ പേര് തന്നെ നമുക്കറിയാം, ലിങ്ക്. എന്തോ റിയാക്ഷൻസ് കണക്ട് ചെയ്യുന്നതാണ്, എന്തോ ലിങ്കിങ് ആണ്. ഇവിടെ നിന്നാണ് എയറോബിക് റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് കുറേ സിനോണിംസ് ഉണ്ട്. എയറോബിക് കറ്റാബോളിസം ഓഫ് പൈറുവേറ്റ്, ലിങ്ക് റിയാക്ഷൻ, ഗേറ്റ് വേ സ്റ്റെപ്പ്, ട്രാൻസിഷൻ റിയാക്ഷൻ, അങ്ങനെ കുറേ പേരുകൾ ഇനിയുണ്ട്. അപ്പോൾ ആ പേരൊന്നും അറിഞ്ഞിരിക്കുക, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഏതാ ചോദിക്കാമെന്ന് അറിയില്ല. ഇത് യൂക്കാരിയോട്ടിലും ഉണ്ട്, പ്രോക്കാരിയോട്ടിലും ഉണ്ട്. കാരണം നമ്മൾ എയറോബിക്കിലേക്ക് കയറുകയാണ്. യൂക്കാരിയോട്ടിൽ ഇനി അങ്ങോട്ടുള്ള റിയാക്ഷൻ മുഴുവൻ മൈറ്റോകോൺട്രിയായിട്ട് കണക്റ്റഡ് ആണ്. എയറോബിക് പ്രൊക്കാരിയോട്സ്, അനൈറോബിക്സിൽ ഇതില്ല, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എയറോബിക് പ്രൊക്കാരിയോട്സിൽ അത് നടക്കുക. എയറോബിക് പ്രൊക്കാരിയോട്ട് തെറ്റിക്കരുത്, ഓർമ്മയിൽ വെച്ചോളൂ. എയറോബിക് പ്രൊക്കാരിയോട്സ് സൈറ്റോപ്ലാസം ഇൻ കോണ്ടാക്ട് വിത്ത് പ്ലാസ്മ ലെമ്മ, അവിടെയാണ് അതിൻ്റെ ഏരിയ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ മെയിൻ പ്രൊഡക്റ്റ്? മെയിൻ പ്രൊഡക്റ്റ് അസറ്റൈൽ കോഎൻസൈം ആണ് ഏറ്റവും മെയിൻ പ്രൊഡക്റ്റ്. അതിൻ്റെ ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, NADH2 ഉണ്ട്. ഇനി ഇതിൻ്റെ ഫേമസ് ഇക്വേഷൻ, ഇത് NCERT ബേസ്ഡ് ഇക്വേഷൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്, എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രിഡോമിനൻ്റ് ആണിത്. ഈ എൻട്രൻസിനും ചോദിക്കും, അതുപോലെ തന്നെ നീറ്റും ഇത് ചോദിക്കാറുണ്ട്. നമുക്ക് അതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. പൈറുവിക് ആസിഡ് പ്ലസ് കോഎൻസൈം A പ്ലസ് NAD പ്ലസ് എൻസൈം പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ചെറിയൊരു കോംപ്ലക്സ് ആണ്, ഇതിൽ 3-4 ഐറ്റംസ് ഉണ്ട്. ആക്ടിവേറ്റർ ഈസ് Mg2 പ്ലസ്. ആക്ടിവേറ്റർ ചോദിക്കുന്നതാണ് ലിങ്ക് റിയാക്ഷൻ്റെ ആക്ടിവേറ്റർ, ലിങ്ക് റിയാക്ഷൻ്റെ എൻസൈം. നമുക്ക് കിട്ടുക അസറ്റൈൽ കോഎൻസൈം A, കാർബൺ ഡൈ ഓക്സൈഡ്, NADH2. ഇത്രയാണ് നമുക്ക് അതിൽ കിട്ടുക. അപ്പോൾ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത നമുക്ക് പോകുന്നത് ഷട്ടിൽസ് ആണ്, നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. എന്താണ് ഷട്ടിൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ഷട്ടിൽസ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അതിൻ്റെ മീനിങ്. മറ്റൊരു മീനിങ് എൻട്രി എക്സിറ്റ്,
അല്ലെങ്കിൽ വേറൊരു മീനിങ് ഓൾട്ടർനേറ്റ് പാത്വേ. പല മീനിങ്സ് ഉണ്ട്. ഇനി ഷട്ടിൽസ് പ്രോകാരിയോട്സിലില്ല, കാരണം അവിടെ മൈറ്റോകോൺട്രിയ ഇല്ല. അപ്പോൾ പ്രോകാരിയോട്ട് അതിൽ ഷട്ടിൽസിൽ ഈ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ഈ ഷട്ടിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലാസ്റ്റ് പാർട്ട് ഷട്ടിൽസിൽ തന്നെ നമുക്ക് 2 ഷട്ടിലാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് വരിക. ഇതിൻ്റെ എയിം ഗ്ലൈക്കോലൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന NADH2 അത് മൈറ്റോകോൺട്രിയയിലേക്ക് കയറണം. അതാണ് അതിൻ്റെ എയിം. പ്രശ്നം മൈറ്റോകോൺട്രിയ ഈ NADH2നെ എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ NADH2 രൂപം ഒന്ന് മാറ്റി കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടുകയാണ്. 2 ഷട്ടിൽസാണ് നമുക്കിവിടെ ആവശ്യം വരിക അല്ലെങ്കിൽ ഉപയോഗിക്കുക. ഒന്ന് മാലേറ്റ് ആസ്പർട്ടേറ്റ് ഷട്ടിൽ, 2 ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഷട്ടിൽ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയകൾ വ്യത്യാസമുണ്ട്. മാലേറ്റ് ആസ്പർട്ടേറ്റ് ഷട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുക കിഡ്നിയിലും ഹാർട്ടിലൊക്കെയാണ്. ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുക ബ്രെയിൻ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് മസിൽ സെൽസ്, അവിടേക്കാണ് അത് ആക്ട് ചെയ്യുക. ഈ 2 ഷട്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPക്ക് ചെറിയ വേരിയേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ 36-38 ATP പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്. നമുക്കൊന്ന് ടോട്ടാലിറ്റി നോക്കാം, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് കയറാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റെസ്പിറേഷൻ പ്ലാൻസ്, അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ്. ചാനലിൻ്റെ പേര് പറഞ്ഞു. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ള ഹെഡിങ് ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഫെർമെൻറ്റേഷനിലേക്ക് കയറി, സയൻറ്റിസ്റ്റുകളുടെ പേര്, അതിൻ്റെ ഡെഫിനിഷൻ, എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് 2 ടൈപ്പ് ഫെർമെൻറ്റേഷൻ. അതിനുശേഷം നമ്മൾ ആ ഫ്ലോ ചാർട്ട് NCERT കണ്ടു. പിന്നെ റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം 2 വാല്യൂസ് 7%-ഉം 13%-ഉം പറഞ്ഞു. പിന്നെ നമ്മൾ പോയത് ലിങ്ക് റിയാക്ഷനിലേക്കാണ്. എന്താണ് ആ വാക്ക്, എന്താണ് സിനോണിംസ്, എങ്ങനെയാണ് അത് എയറോബിലേക്ക് കയറുന്നത്, അത് യൂക്കാരിയോട്ടിൽ എവിടെ നടക്കും, എയറോബിക് പ്രോകാരിയോട്ടിൽ എവിടെ നടക്കും, ആ ലിങ്ക് റിയാക്ഷൻ്റെ ഫേമസ് ഇക്വേഷൻ. അതിനുശേഷം ഷട്ടിൽസിലേക്ക് കയറി, എന്താണ് ഷട്ടിൽ, എന്തിനാണ് ഷട്ടിൽ, ഇത് പ്രോകാരിയോട്ടിൽ ഇല്ല. അതിനുശേഷം ആ ഷട്ടിൽ എവിടെ ഓപ്പറേറ്റ് ചെയ്യും, അതിൻ്റെ ATP. ഇനി നമുക്കുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 തിയറി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 5 നീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അവിടെ. നീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അടിയിലുണ്ട്. അത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നോക്കാണ്ട് ഇരിക്കുക, ട്രൈ ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഇന്ന് ഇതിൽ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ബുധനാഴ്ച വരും, അതിൻ്റെ അടുത്ത എപ്പിസോഡ് ശനിയാഴ്ച വരും. അപ്പോൾ അതോടെ 4 എപ്പിസോഡ് കഴിയും, ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.